ഹലോ ഗൈസ്, എങ്ങനെ ഒരു AI ടൂൾ ഉണ്ടാക്കാം എന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാറ്റ് ബോട്ടിലേക്ക് പോവുക. ഞാൻ ഇവിടെ ഡീപ്സീക്കിലേക്കാണ് പോകുന്നത്. ശേഷം എന്ത് ടൂളാണോ നമുക്ക് വേണ്ടത് ആ ടൂളിനനുസരിച്ചുള്ള ഒരു പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ അടിച്ചു കൊടുക്കുന്ന ഈ ഫോമിലായിരിക്കണം നിങ്ങൾ നിർബന്ധമായും അടിച്ചു കൊടുക്കേണ്ടത്. ശേഷം ഔട്ട്പുട്ടിനായി കാത്തിരിക്കുക. എല്ലാ ഇൻസ്ട്രക്ഷനും കറക്റ്റായി വായിച്ചു നോക്കുക. ശേഷം പൈഡ്രോഡ് 3 എന്ന ഈ ആപ്ലിക്കേഷനിലേക്ക് പോവുക. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായി പ്ലേ സ്റ്റോറിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ശേഷം ലെഫ്റ്റ് കോർണറിൽ കാണുന്ന ഈ 3 ലൈൻമേൽ നിൽക്കുക. ശേഷം അവിടെ കാണുന്ന പീപ്പ് എന്ന ഈ ബട്ടണിൽ നിൽക്കുക. ഇവിടെ നമ്മുടെ കോഡിൻ്റെ മുന്നിൽ കാണുന്ന ഈ 4 കാര്യങ്ങൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ശേഷം കാണുന്ന മഞ്ഞ ബട്ടൺമേൽ നമുക്ക് നമ്മുടെ കോഡ് റൺ ചെയ്യാവുന്നതാണ്. ശേഷം ഇപ്പോൾ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ കൃത്യമായി കോളങ്ങളോ കള്ളികളോ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ആഡ് ചെയ്യാൻ വേണ്ടി ഡീപ്സീക്കിലേക്ക് ചെന്ന് ആഡ് കിവി ബേസ്ഡ് GUI എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ കിവി ബേസ്ഡ് ആയിട്ടുള്ള GUI ആഡ് ചെയ്ത കോഡ് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ കോഡ് നമ്മൾ വീണ്ടും കൊണ്ടുപോയി അവിടെ പേസ്റ്റ് ചെയ്യുക. അതിനായി ആദ്യം നമ്മൾ അടിച്ചു കൊടുത്തിരുന്ന കോഡ് മായ്ച്ചതിന് ശേഷം നമ്മുടെ പുതിയ കോഡ് എൻ്റർ ചെയ്യുക. ശേഷം വീണ്ടും പ്ലേ ബട്ടണിൽ നിൽക്കുക. ഇപ്പോൾ ഇവിടെ ചെറിയ എററുകൾ ഫൗണ്ട് ആയിട്ടുണ്ട്. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ സ്ക്രീൻഷോട്ട് നമ്മൾ ഡീപ്സീക്കിലേക്ക് വീണ്ടും കൊണ്ടുപോയി ഡീപ്സീക്കിനോട് എല്ലാ എററും ക്ലിയർ ചെയ്ത് ഫുള്ളി അപ്ഡേറ്റഡ് ആയ ന്യൂ കോഡ് തരാൻ വേണ്ടി പറയുക. ശേഷം നമുക്ക് ലഭിച്ച പുതിയ കോഡ് കോപ്പി ചെയ്ത് നമുക്ക് വീണ്ടും പൈഡ്രോഡിലേക്ക് തിരിച്ചു പോയി അവിടെ നമ്മുടെ പഴയ കോഡ് ക്ലിയർ ചെയ്തതിന് ശേഷം പുതിയ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് പിപ്പിൽ പുതുതായി വല്ലതും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ആ പ്ലേ ബട്ടൺ നിൽക്കിയാൽ നമ്മുടെ പുതിയ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. ഇപ്പോൾ എററുകളൊന്നുമില്ലാതെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വോയിസ് ഔട്ട്പുട്ട് എവിടെയാണെന്ന് കൃത്യമായി നമുക്ക് നിശ്ചയമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഏത് സ്ഥലത്താണോ വേണ്ടത് ആ ഭാഗത്ത് വോയിസ് ഔട്ട്പുട്ട് നൽകാൻ ഡീപ്സീക്കിനോട് ആവശ്യപ്പെടാം. ശേഷം പുതിയ കോഡ് നമുക്ക് കോപ്പി ചെയ്ത് അത് പൈഡ്രോഡ് 3ൽ പേസ്റ്റ് ചെയ്യാം. ശേഷം പ്ലേ ബട്ടൺ നോക്കി കോഡ് റൺ ചെയ്യാം. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായി ഞാനിവിടെ ഹി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഔട്ട്പുട്ട് കൺവേർട്ട് ചെയ്ത് MP3യിലേക്ക് എൻ്റെ സ്റ്റോറേജ് ഫിസിക്സിൽ അത് സ്റ്റോർ ആയിട്ടുണ്ട്. ഇത് സേവ് ചെയ്ത് നമുക്ക് ഇനി ഉപയോഗിക്കാം.